മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാപ്റ്ററാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇല്ലെങ്കിൽ റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഭാഗം. അപ്പം ഇതിനകത്തുനിന്ന് ഇതൊരു എന്താണ്, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു എന്താണ് ഒരു ഇൻട്രൊഡക്ഷനാണ്, ഒരു പ്രാരംഭമാണ്. അതിനെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു തുടക്കത്തിലുള്ളൊരു ഭാഗം. അപ്പോൾ അവിടുന്ന് പൊതുവേ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടു വന്നിട്ടില്ല. പക്ഷേ അത് തുടർന്നുള്ളൊരു ഭാഗമുണ്ട്, നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി. ആ ഒരു 5 പോളിസീസ് ഉണ്ട്, അത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം ആദ്യത്തെ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സയൻസ്, എന്താണ് ടെക്നോളജി, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ആദ്യത്തേത് പോകുന്നത്. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് 5 പോളിസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ വർഷങ്ങളിലായിട്ട് ഓരോ കൃത്യ വർഷങ്ങളിലായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പോളിസീസും കാര്യങ്ങളും ഒക്കെയാണ് അടുത്ത സെഷനിൽ. അപ്പം രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടോപ്പിക്ക്, അതായത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ് അല്ലേ, നമുക്കറിയാം 5 മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക്. അതൊരു എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പോളിസിയുടെ ഭാഗം വരുമ്പോഴത്തേക്ക് എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ പറയുമ്പോഴത്തേക്ക് പോളിസിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു പോളിസി ഏത് വർഷമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയിം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 5 മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക്. അപ്പം 5 മാർക്ക് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാം. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ, സയൻസ് അല്ലേ, ശാസ്ത്രവും അതുപോലെ സാങ്കേതിക വിദ്യയും. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് സയൻസ് ആണ് അല്ലേ. ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് സയൻസ്. ഓക്കെ, സയൻസ് അല്ലേ, ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് സയൻസ്. എന്താണ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച്, ഓക്കെ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ള പല പ്രക്രിയകളെക്കുറിച്ചൊക്കെ നമ്മൾ പല വിവരങ്ങൾ ശേഖരിക്കുക, പല എക്സ്പെരിമെൻറ്റുകൾ നടത്തുക. അങ്ങനെ പല എക്സ്പെരിമെൻറ്റുകൾ നടത്തിയും, അതായത് പരീക്ഷണങ്ങൾ നടത്തിയും, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള പല ഡേറ്റകളും ശേഖരിച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു പഠനമാണെന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തുണ്ട്, പല മേഖലകളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ പല മേഖലകളായിട്ട് അതിനെ വീണ്ടും തരംതിരിക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സാര ചുരുക്കം എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെയും ഇല്ലെങ്കിൽ പല വിവരണ ശേഖരങ്ങളിലൂടെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പഠനമാണെന്ന് പറഞ്ഞാൽ സയൻസ്, ഇല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ശാസ്ത്രീയമായ രീതിയിലൂടെ ഡേറ്റ ശേഖരിച്ചും, എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായ രീതിയിലാണ്, സയൻറ്റിഫിക് മെത്തഡോളജി സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ ഡേറ്റ ശേഖരിച്ചും വിശകലനം ചെയ്തും പ്രകൃതിയെയും ഭൗതിക ലോകത്തെയും കുറിച്ചുള്ള അടിസ്ഥാന പഠനമാണെന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു അടിസ്ഥാന പഠനമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പരീക്ഷണാത്മക സിദ്ധാന്തങ്ങളും അല്ലെ, നമുക്കറിയാം സയൻസ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിദ്ധാന്തങ്ങളും പ്രവചനങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ് വ്യാവസ്ഥികമായി ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു പഠന രീതി അല്ലെങ്കിൽ അടിസ്ഥാന പഠനമാണെന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. സയൻസ് എന്ന് പറയുന്ന പദം ലാറ്റിൻ പദമായ സയൻഷിയ, ഓക്കെ, ലാറ്റിൻ പദമായ സയൻഷിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്, ഒരു പദത്തിൽ നിന്നാണ് നമുക്ക് സയൻസ് എന്ന് പറയുന്ന പദം രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, സയൻഷിയ എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം അറിവ് എന്നാണ് കേട്ടോ, അറിവ് എന്നാണ്. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യത്തെ വേർഡ് ആണെന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു പദം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ്. അടുത്ത സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്നോളജി കേട്ടോ. സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്നോളജി. ഓക്കെ, സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്നോളജി. അതായത് നമ്മൾ സയൻസ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ.
ഈ ഒരു കാര്യങ്ങൾ ചുമ്മാ നമ്മൾ കുറേ പുസ്തകങ്ങളിൽ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, ആ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പം ഒരു ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്സ്, എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ആ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പല എക്സ്പെരിമെൻറ്റുകൾ നടത്തിയും ഇല്ലെങ്കിൽ പലയിടത്തു നിന്നുള്ള നമ്മൾ ഡേറ്റ ശേഖരിച്ചും അങ്ങനെ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പഠനത്തിന് ശേഷമായിരിക്കും ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പല പല മരുന്നുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു മരുന്നുകൾ നമ്മൾ ചുമ്മാ കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അറിയണം അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പല മേഖലകൾ, ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒരു മെഡിസിൻ്റെ ഫീൽഡ് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പല സയൻസ് മുഖേന നമ്മൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതം അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നു. അതാണെന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക്. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാസ്ത്രീയ അറിവ് പ്രയോഗിക്കുന്നതാണെന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഒരു ലക്ഷ്യം നേടുന്നതിന് ഇത് ഉപകരണങ്ങൾ, പ്രക്രിയകൾ, മൂല്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു അല്ലേ. നമുക്ക് ഇപ്പം നമ്മൾ പല എക്സ്പെരിമെൻറ്റിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങളിലൂടെ നമ്മൾ മെഡിസിൻ കണ്ടുപിടിക്കുന്നു, ഇല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ് ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നു, അത് പിന്നെ എന്തായിട്ട് മാറുന്നു? പല പല വെഹിക്കിൾസ് അല്ലെങ്കിൽ വാഹനങ്ങളായിട്ട് മാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അപ്പം എന്തില്ല, സയൻസ് ഉണ്ടെങ്കിലേ സയൻസ് കൃത്യം, അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബേസിക് സാധനമാണ്, അതിൻ്റെ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണെന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സയൻസ് ഉണ്ടെങ്കിലേ ടെക്നോളജി ഉള്ളൂ, ടെക്നോളജി ഉണ്ടെങ്കിലേ എന്നുള്ള സയൻസ് ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ് സയൻസും ടെക്നോളജിയും. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കിട്ടുന്നത്. ആ ഗ്രീക്ക് പദം ടെക്നോളജിയ എന്നാണ്. ടെക്നോളജിയ എന്നാണ് കല, വൈദഗ്ധ്യം, കരകൗശലം എന്നൊക്കെയാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് സയൻസ്, എന്താണ് ടെക്നോളജി എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണെന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു അടിസ്ഥാന പഠനമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ ശാസ്ത്രം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പല മേഖലകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലകൾ അല്ലേ. നമ്മൾ സയൻസ് പല മെത്തേഡ് വഴി നമ്മൾ ഓരോന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചുമ്മാ പഠിച്ചു വെച്ചിട്ട് മാത്രം ആയില്ലല്ലോ. നമ്മുടെ പല പല മേഖലകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രാവർത്തികമാക്കണം. അങ്ങനെ പ്രാവർത്തികമാക്കുന്ന നമ്മുടെ ദൈനംദിന പല മേഖലകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബഹിരാകാശം അല്ലേ, സ്പേസ് ഫീൽഡിൽ അല്ലേ, സ്പേസ് ടെക്നോളജിയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പല എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾക്ക് അതായത് ബഹിരാകാശ പഠനം എന്ന് പറയുന്നത് ഇപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ. പല ബഹിരാകാശ വാഹനങ്ങൾ നമ്മൾ നിക്ഷേപിക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ പുറത്തെ, അതായത് നമ്മുടെ ചുറ്റുമുള്ള ലോകം അതിനെക്കുറിച്ചുള്ള സ്പേസിനെ കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ സാധ്യതകൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ടും നമ്മൾ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ബഹിരാകാശം അല്ലേ, സ്പേസ് ടെക്നോളജി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ ബയോ ടെക്നോളജി, നമ്മൾ പല മെഡിസിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞു, മെഡിസിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അല്ലേ. പല എക്സ്പെരിമെൻറ്റിലൂടെയും ഇല്ലെങ്കിൽ പല കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ നമ്മൾ പല മെഡിസിൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ അതൊക്കെ ഈ ഒരു മേഖല അല്ലേ, ബയോടെക്നോളജി മേഖലയിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുപോലെ ന്യൂക്ലിയർ ടെക്നോളജി, പിന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യ, അതായത് ഡിഫൻസ്, അതുപോലെ മരുന്ന്, മെഡിസിൻ, പിന്നെ നാനോ ടെക്നോളജി ഒക്കെ ഇപ്പം വളരെ, അതായത് നാനോ ടെക്നോളജിയുടെ ഒക്കെ ഏറ്റവും ബേസ് ഒക്കെ ഇങ്ങനെ സെറ്റായി വന്ന് അത് നമ്മൾ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നാനോ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡാണെന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ. മറ്റേതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ നാളുകളായിട്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള സയൻസ്, അതായത് അതിൻ്റെ ബേസിക് സാധനങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു വരുവാണ്. നാനോ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് നാളുകളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഇനിയും ഒരുപാട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഇനിയും പ്രാവർത്തികമാകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ എന്ന് പറയുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ഏതൊക്കെ മേഖലകളിലാണ് നമ്മളിത് കൂടുതലായിട്ടും പ്രാവർത്തികമാക്കുന്നത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അടുത്തത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവവും വ്യാപ്തി, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് നമ്മുടെ ആ ഒരു
സിലബസിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെയാണ് ആ ഒരു ടോപ്പിക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം നമ്മൾ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നത് അതിൻ്റെ ആ ഒരു സ്വഭാവവും അതുപോലെ ഇതിൻ്റെ എന്താണ് സ്കോപ്പ് എന്താണ്, ഓക്കെ, ഇതിൻ്റെ സ്കോപ്പ് എന്താണ്. അപ്പം നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെങ്ങനെയായിരിക്കണം, നമ്മുടെ എന്താണ് സാമൂഹികപരമായിട്ടും ഇല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്കലി ആൻഡ് ഫൈനാൻഷ്യലി ഉള്ളൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റി നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് ഡെവലപ്പിംഗ് രാജ്യമാണ് അല്ലേ. അതെന്താണ്, ഒരു ഡെവലപ്ഡ് നേഷനിലോട്ട് എത്തണമെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഈ ഒരു പല പല മേഖലകൾ നമ്മൾ ഓൾറെഡി കണ്ടു. ആ ഒരു പല മേഖലകളിൽ ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മൾ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കണം. അതെന്താണ്, ഇക്കണോമിക്കലി ആൻഡ് എന്താണ് ഫൈനാൻഷ്യലി, അതായത് എന്താണ് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും എന്താണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കണം. ഓക്കെ, അപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവം സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന്, അതാണ് നമ്മൾ എന്താണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷനെ എന്താണ് ഡെവലപ്ഡ് നേഷൻ ആക്കാൻ വേണ്ടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. അതാണ് സാമൂഹികവും സാമ്പത്തികവുമായ വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വികസനത്തിനായുള്ള ധാരണയ്ക്കും അറിവിന്റെ ഉപയോഗത്തിനും വേണ്ടിയുള്ളതാണ് ഇത്. ചുരുക്കത്തിൽ നമുക്കിതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതായത് സാങ്കേതിക അറിവ്, ഒരാൾ എന്താണ് സാങ്കേതിക അറിവ് നേടുന്നത് വളരെ പ്രധാനമാണ് അല്ലെ. ടെക്നോളജിക്കൽ നോളജ് നേടുന്നത് വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു മറ്റൊരു ഇതാണെന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ ഘടകങ്ങളെക്കുറിച്ചുള്ള ധാരണ. അതായത് നമുക്കിപ്പോൾ ഒരു കാറ്, നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച് നമുക്ക് എന്താണ് കാറ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അതെന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ മിനിമലായിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാറ് വെച്ചാൽ മെഷീൻ പാർട്സ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ കാറിൻ്റെ അവിടെയാണ് ആക്സിലറേറ്റർ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് നമ്മൾക്ക് അപ്ലൈ ചെയ്യില്ല, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ നമുക്കത് എന്താണ് പരാജയമായി പോയില്ല. അത് അതിൻ്റെ ഒരു നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള അറിവ് നേടുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് ആ ഒരു അറിവ് നേടുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് എത്രമാത്രം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു എന്നുള്ളത് കാര്യവും നമ്മൾ എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് സാങ്കേതിക അറിവ് നേടുക, ടെക്നോളജിക്കൽ അറിവ് നേടുക. എങ്ങനെയാണ് ഒരു ടെക്നോളജി എന്ത് ചെയ്യുന്നത്, നമുക്ക് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ടുള്ള അറിവാണ് ടെക്നോളജിക്കൽ നോളജ് അല്ലെങ്കിൽ സാങ്കേതിക അറിവ് എന്ന് പറഞ്ഞാൽ. വസ്തുക്കളുടെ ഘടകങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്താണ്, നമ്മുടെ ആ ഒരു ടെക്നോളജിയിൽ പരമായിട്ടുള്ള പല സാധനങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണെന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ ഘടകങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രസക്തി, ഓക്കെ, ഈ ഒരു പല മേഖലകളിൽ നമ്മൾ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തുന്നു, ഇല്ലെങ്കിൽ അതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്, ഓക്കെ, അങ്ങനെ നോക്കാം. നമ്മുടെ ജീവിത നിലവാരം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് ജീവിതം ഇപ്പം പഴയ ഒരു 20 കൊല്ലം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ജീവിത നിലവാരം നമ്മൾ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം അല്ലെ, റിസർച്ച് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വിദ്യാഭ്യാസ മേഖലകളിലേക്കൊക്കെ ഉപകാരപ്പെടുത്തുന്നു. അതുപോലെ മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ അല്ലേ. ഇപ്പം പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അസുഖത്തിന് ചിലപ്പോൾ മരുന്ന് കണ്ടെത്തിയിട്ടില്ലായിരിക്കാം, ഓക്കെ. അപ്പം ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഒരു അസുഖം കണ്ടെത്തിയാൽ അതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖല പ്രാപ്തരാണ് അല്ലേ. അത് പിന്നെ മെച്ചപ്പെട്ട കാർഷിക സാങ്കേതിക വിദ്യകൾ, അപ്പം നമുക്കറിയാം ബയോടെക്നോളജി വഴിയൊക്കെ നമ്മൾ പല നല്ല ക്വാളിറ്റി സീഡുകൾ അല്ലെ, വിത്തുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതൊക്കെ കാർഷിക മേഖലയ്ക്ക് കിട്ടിയ വളരെ വളരെ മികച്ച നേട്ടങ്ങളാണ്. അതുപോലെ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ആശയവിനിമയ സൗകര്യങ്ങൾ അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. കാരണം നമുക്കറിയാം പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം മൊബൈൽ പോലെയുള്ള ടെക്നോളജിയൊക്കെ കുറേ നാൾ മുൻപ് ഇല്ലായിരുന്നു അല്ലേ. അങ്ങനെ ഒരു സംഭവമേ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്തത്, ഈ ഒരു മൊബൈൽ ഇല്ലെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലുള്ള ആളെയൊക്കെ ഇപ്പം വിളിക്കണമെന്ന് തോന്നിയാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ വിളിക്കാം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടും ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡ് ഒത്തിരി കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ മെച്ചപ്പെട്ട ഗവേഷണ മേഖലകൾ, അതായത് റിസർച്ച് ഫീൽഡ്, പല റിസർച്ച് ഫീൽഡുകൾ. അതായത് ഇപ്പം നമുക്കിപ്പം ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു മേഖലയിലേക്കും ഇനിയും കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം റിസർച്ച് ചെയ്യണമെങ്കിലും എന്ത് വേണം, അതായത് ഇപ്പം ഒരു പഠനം നടത്തണമെങ്കിൽ എന്ത് വേണം, ടെക്നോളജിയുടെ പ്രസൻസ് വേണം അല്ലേ. നമുക്കിപ്പം ഇപ്പം ഒരു ബാക്ടീരിയ ഇല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ, ഇല്ല. അത് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ
ടെക്നോളജി പരമായിട്ട് ഉപയോഗപ്പെടുത്തിയ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം വേണം അല്ലേ. അതാണ്, അതായത് സയൻസ് ഉണ്ടെങ്കിലേ ടെക്നോളജി ഉള്ളൂ, ടെക്നോളജി ഉണ്ടെങ്കിലേ നമുക്ക് സയൻസ് കൂടുതലായിട്ട് ആധികാരികമായിട്ട് നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം സയൻസ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ടെക്നോളജിനെ എന്താണ് വികസിപ്പിച്ചെടുത്തു. ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ സയൻസിനെ കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ഫോമിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പം അത് അങ്ങനെയൊക്കെ മെച്ചപ്പെട്ട മേഖലകളാണ് ഇപ്പം പറഞ്ഞവ. ഓക്കെ, അടുത്തത് നമുക്കുള്ളത് നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് നേരത്തെ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പല പല മേഖലകൾ നമ്മൾ കണ്ടല്ലേ, സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശം, മെഡിസിൻ, അങ്ങനെ പല പല മേഖലകളുണ്ട്. അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖലകളെക്കുറിച്ചൊക്കെയുള്ളൊരു വിശകലനമായ ഒരു പഠനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നാഷണൽ പോളിസി, ഓക്കെ, നാഷണൽ പോളിസീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 നാഷണൽ പോളിസീസ് ഉണ്ട്. ഓക്കെ, 5 നാഷണൽ പോളിസീസ് ഉണ്ട്. അപ്പം 5ഉം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇപ്പം ഏറ്റവും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നത് 2020 നാഷണൽ പോളിസിയാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പം മറ്റേതൊക്കെ ആദ്യത്തെ 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വർഷമാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോളിസിയുടെ ഓരോ വർഷത്തെ പോളിസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. 2020 കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം എന്താണ് ശാസ്ത്ര സാങ്കേതിക നയങ്ങൾ, അല്ലെങ്കിൽ നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ശാസ്ത്ര സാങ്കേതിക നയങ്ങൾ പൊതുജന നടപടികളാണ്. ഓക്കെ, എന്നാണ് പബ്ലിക്കിൻ്റെ ഇതൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയങ്ങളാണ്. അവ ശാസ്ത്ര സാങ്കേതിക വിഭവങ്ങളെ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ നയങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ശാസ്ത്ര സാങ്കേതിക നയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നയങ്ങൾ ഗവേഷണവും നൂതനാശയവും പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സയൻസ് ആൻഡ് അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡ് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കുറേ പോളിസികളാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ശാസ്ത്ര സാങ്കേതിക നയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് ആദ്യത്തെ നയം നോക്കാം. ശാസ്ത്ര നയ പ്രമേയം എന്താണ്? സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ. എന്താണ് സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ? ഓക്കെ, സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 1958 ഓക്കെ 1958 പറയുമ്പോഴത്തേക്ക് നമ്മുടെ സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ കേട്ടോ. സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 അത് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നയമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നയമാണെന്ന് പറയുമ്പോഴത്തേക്ക് 1958 സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ. സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 1958 ആദ്യത്തെ എന്താണ് ശാസ്ത്ര നയമാണെന്ന് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആരുടെ നേതൃത്വത്തിലാണ്? അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. ഓക്കെ, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് ആണ് ഈ ഒരു ആദ്യത്തെ നയം, ഓക്കെ, സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ നയം പ്രാവർത്തികമാക്കിയത്. അതുപോലെ ഇതിന്റെ ലക്ഷ്യം എന്താണ്? സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സാങ്കേതിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാസ്ത്രവും ശാസ്ത്രീയ ഗവേഷണവും വളർത്തിയെടുക്കുക എന്നതായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് എന്താണ് സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക്, എന്താണ് സോഷ്യലി ആൻഡ് ഫൈനാൻഷ്യലി നമ്മുടെ സൊസൈറ്റി വളരുന്നതിന് വേണ്ടിയിട്ട് സാങ്കേതിക വികസനം, അതായത് ടെക്നോളജി പരമായിട്ടുള്ള എന്താണ് റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തുക. അതാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ആദ്യത്തെ സയന്റിഫിക് പോളിസിയുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സാങ്കേതിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാസ്ത്രവും ശാസ്ത്രീയ ഗവേഷണവും, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സയൻസും ടെക്നോളജിയും. ഓക്കെ, അപ്പം സയൻസിനെ കൂടുതൽ എന്ത് ചെയ്യുക, അതായത് സയൻസിന്റെ കോൺട്രിബ്യൂഷൻ, അതായത് സയൻസ് കൂടുതലായിട്ട് വളർന്നു വരുന്നതിനുള്ള റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം കൂടുതലായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ പോളിസി. അതായത് നമ്മൾ എന്താണ് ജസ്റ്റ് സ്റ്റാർട്ടായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം സ്റ്റാർട്ടായി വരുന്ന ഒരു ഫേസിൽ ആ ഒരു പോളിസിയിൽ എന്താണ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇല്ലെങ്കിൽ മീൻസ് അവിടെ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നടപ്പിലാക്കാനായിട്ട് ഉള്ള നയം എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ടെക്നോളജി വളരണം എന്നുണ്ടെങ്കിൽ സയൻസ് ബേസ് സെറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സാങ്കേതിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അതായത് ടെക്നോളജി ഫീൽഡിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അതായത് ശാസ്ത്രവും അതുപോലെ ശാസ്ത്രീയ ഗവേഷണം വളർത്തിയെടുക്കുക. എന്താണ് സയൻസും സയൻസ് ഫീൽഡും എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക്.
അടുത്തത് ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ പോളിസിയിൽ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സയൻസ് വളരണം. ഓക്കെ, അതായത് ടെക്നോളജീനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് സാങ്കേതിക വിദ്യനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ശാസ്ത്ര ഗവേഷണം കൂടുതൽ എന്ത് ചെയ്യുക, നന്നായിട്ട് നടത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്ത് ആദ്യത്തെ പോളിസിയുടെ ലക്ഷ്യം. രണ്ടാമത്തെ പോളിസിയുടെ പേരെന്താണ്? സാങ്കേതിക വിദ്യ പ്രസ്താവന നയം, അതായത് ടെക്നോളജി സ്റ്റേറ്റ്മെന്റ് പോളിസി എന്നാണ്. ടെക്നോളജി സ്റ്റേറ്റ്മെന്റ് പോളിസി സാങ്കേതിക മത്സരക്ഷമതയും സ്വയം പര്യാപ്തതയും നേടിയെടുക്കുന്നതിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച രണ്ടാമത്തെ നയമായിരുന്നു 1983 നയം. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ്? സാങ്കേതിക മത്സരക്ഷമതയും ഓക്കെ എന്താണ് അപ്പം സയൻസ് ഒന്ന് സെറ്റായി വന്നു. സയൻസ് സെറ്റായി വന്നപ്പോഴത്തേക്ക് എന്താണ് ടെക്നോളജി കൂടുതലായിട്ട്, അതായത് ഒരു കോമ്പറ്റീഷൻ പോലെ എന്ത് ചെയ്യണം, മത്സരം പോലെ എന്ത് ചെയ്യണം, എന്താണ് ടെക്നോളജി വളർന്നു വരണം. നമുക്കറിയാം അല്ലേ, ഓരോരോ ഒരു എവല്യൂഷൻ നമുക്കറിയാം. പണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പണ്ട് ആദ്യത്തെ കമ്പ്യൂട്ടർ എന്തായിരുന്നു? ENIAC ആയിരുന്നു അല്ലേ. ENIAC എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ആയിരുന്നു. അതെന്താണ്, ഒരു റൂമിൻ്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈസ് കുറഞ്ഞു വന്നു. നമുക്കിപ്പോൾ എന്താണ്, ടാബ് നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരെ എന്താണ് ആ അത്രയും രീതിയിലോട്ട് ടെക്നോളജി വളർന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് സാങ്കേതിക മത്സരക്ഷമത, അതായത് ടെക്നോളജി എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് വർക്ക് ആകണം. അതുപോലെ സ്വയം പര്യാപ്തതയും നേടിയിടുക, അതായത് ടെക്നോളജി കൂടുതലായിട്ട് വളർന്നിട്ട് സൊസൈറ്റിയിലേക്ക് എന്താണ് ആൾക്കാരെ സെൽഫ് ആക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. നേടിയെടുക്കുന്നതിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച രണ്ടാമത്തെ നയമായിരുന്നു 1983 നയം. ഓക്കെ, 1983 ജനുവരി 3 തിരുപ്പതിയിൽ നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു നയം പ്രഖ്യാപിച്ചത്. അപ്പം പ്രധാനപ്പെട്ടതാണ്, നോക്കി വെക്കണം. 1983 ജനുവരി 3 ഇത് ഈ ഒരു നയം പ്രഖ്യാപിച്ചത്. എവിടെയായിരുന്നു? തിരുപ്പതിയിലാണ്. തിരുപ്പതിയിൽ നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. ഓക്കെ, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു നയം എന്ത് ചെയ്തത്, പ്രഖ്യാപിച്ചത്. അപ്പം ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നോക്കി വെക്കുക. നേതൃത്വത്തിൽ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ നയം. ഓക്കെ, ഇതിന്ന് രണ്ടാമത്തെ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു. കൃത്യമായിട്ട് ഡേറ്റും ഒരു കാര്യം ഓർത്തു വെക്കുക. അടുത്തത് ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ദേശീയ R&D സംവിധാനം, R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ദേശീയ R&D സംവിധാനവുമായി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പരിപാടികളെ സംയോജിപ്പിക്കുകയും ഒരു ദേശീയ നവീകരണം സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ്? ദേശീയ R&D സംവിധാനവുമായി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പരിപാടികളെ സംയോജിപ്പിക്കുക. അപ്പോൾ എന്താണ്? സയൻസിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖലകളെ എന്തുമായിട്ട് ബന്ധിപ്പിക്കുക? നമ്മുടെ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യുക? ലിങ്ക് ചെയ്യുക, സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യുക? യോജിപ്പിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ടാമത്തെ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുകയും ഒരു ദേശീയ നവീകരണം. അതെന്താണ്? നാഷണലി ഈ ഒരു ടെക്നോളജി കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അത് ടെക്നോളജി ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ, അതാണ് അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുമ്പോഴത്തേക്ക് അതായിരുന്നു രണ്ടാമത്തെ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക്. ഒന്നുകൂടെ പറയാം, ദേശീയ R&D സംവിധാനവുമായി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പരിപാടികളെ സംയോജിപ്പിക്കുക, അതായത് ടെക്നോളജീനെയും സൊസൈറ്റിനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് പുതുതായിട്ട് നടപ്പിലാക്കുക എന്നുള്ളത് ഈ ഒരു രണ്ടാമത്തെ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക്. അടുത്തത് 2003 2003 ശാസ്ത്ര സാങ്കേതിക നയം. എന്താണ് 2003 ശാസ്ത്ര സാങ്കേതിക നയം? സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശാസ്ത്ര സാങ്കേതിക നയം 2003 ശാസ്ത്ര സാങ്കേതിക നയം കേട്ടോ, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി STP 2003 മൂന്നാമത്തെ പോളിസിയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കാം, 2003 അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെ നേട്ടങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, അതായത് ആദ്യത്തിനകത്ത് എന്തായിരുന്നു? നമുക്ക് ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സയൻസിൻ്റെ പ്രോസസ്സ് നടക്കുക, സയൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. രണ്ടാമത്തതിനകത്ത് സൊസൈറ്റീനെയും ടെക്നോളജിനെയും കൂടെ ലിങ്ക് ചെയ്യുക. മൂന്നാമത്തതിനകത്ത് എന്താ? ടെക്നോളജി പരമായിട്ട് കുറേ
എന്താണ് കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സ്പേസ് ഫീൽഡിൽ അല്ലെങ്കിൽ ബഹിരാകാശ മേഖലകളിലൊക്കെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു നേട്ടമുണ്ട്, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക, ഇല്ലെങ്കിൽ അതിന് കൂടുതൽ ഒരു വാല്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതിലൂടെ അത് നമുക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് 2003 അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. നേട്ടങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ദേശീയ നവീകരണ സംവിധാനത്തോടൊപ്പം ഗവേഷണ വികസനത്തിന് ആവശ്യമായിട്ടുള്ള നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. അതായത് റിസർച്ച് ഫീൽഡിൽ, കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ വേണം, ഇല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജി കൂടുതലായിട്ട് വളരണം എന്നുള്ള ലക്ഷ്യത്തോടെ റിസർച്ച് മേഖലയ്ക്ക്, അതായത് ഗവേഷണ മേഖലയ്ക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അപ്പം ആ ഒരു ഗ്രോത്ത് ആണ്. നമുക്കത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ലക്ഷ്യം തന്നിട്ട് ഇത് ഏത് പോളിസിയുടെ ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കിപ്പം എളുപ്പത്തിൽ ഓർത്ത് വെക്കാമല്ലോ. ജസ്റ്റ് ആ ഒരു ഒരു ഗ്രോത്ത് ഫേസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം അല്ലേ. അപ്പം മൂന്നാമത്തെ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ടെക്നോളജി പരമായിട്ട്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ നടന്നിട്ടുള്ള നേട്ടങ്ങളെ കൂടുതലായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും, അതുപോലെ ഈ ഒരു അപ്രിസിയേഷനോട് കൂടി റിസർച്ച് മേഖലയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അടുത്തത് നാലാമത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ പോളിസി. സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ പോളിസി, ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം. ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം എന്നത്തെയാണ് 2013 കേട്ടോ. 2013 ജനുവരിയിൽ STI പുറത്താക്കി. അതായത് അന്നാണ്, ആ ഒരു ജനുവരി മാസത്തിലാണ് 2013 ഇത് പ്രഖ്യാപിച്ചത്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക നവീകരണ നയം 2013 വലിയ ജനസംഖ്യ വിഭജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്കായുള്ള, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ജനങ്ങൾക്കായുള്ള ശാസ്ത്ര സാങ്കേതിക നവീകരണം, അതാണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ റിസർച്ച്, മൂന്നാമത്തതിൽ ഇതിന് നേട്ടങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അതുപോലെ ഗവേഷണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയായിരുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ടെക്നോളജി ആൻഡ് മാൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. നമുക്കറിയാം അല്ലേ, നമുക്ക് ടെക്നോളജി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് നമ്മൾ ഓടുന്ന ടെക്നോളജി രീതിയിലാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഫോൺ നോക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന നേരത്ത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നുള്ളതാണ് ആ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ജീവിതം ടെക്നോളജി പരമായിട്ടാണ്. മാൻ ആൻഡ് ടെക്നോളജി, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മാൻ ആൻഡ് ടെക്നോളജി, മനുഷ്യനും സാങ്കേതിക വിദ്യയും, മാൻ ആൻഡ് ടെക്നോളജി. അതിനാണ് ആ ഒരു, അതായത് മനുഷ്യനും അതായത് ജനങ്ങളും സാങ്കേതിക വിദ്യ ഒന്നാണ്. ആ ഒരു ഇതാണ് വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഈ ഒരു നാലാമത്തെ പോളിസിയിൽ കൂടുതലായിട്ടും എടുത്തു നിൽക്കുന്നത് കേട്ടോ. ജനങ്ങൾക്കായുള്ള ശാസ്ത്ര സാങ്കേതിക നവീകരണം. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജിയൊക്കെ നവീകരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയത് കണ്ടുപിടിക്കുന്നത് എന്ന മാതൃക സ്ഥാപിച്ചു. അപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുമാണ് 2020 സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ പോളിസി STIP, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ പോളിസി 2020. ഈ നയം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വകുപ്പും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും, അതുപോലെ ഓഫീസ് ഓഫ് പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ, പ്രധാന ശാസ്ത്ര ഉപദേഷ്ടാവിൻ്റെയും, അതായത് ഓഫീസ് ഓഫ് പ്രിൻസിപ്പൽ PSA, ഇത് രണ്ടിൻ്റെയും കൂടെ ഉള്ള ഒരു കൂട്ടായ ഇതുകൊണ്ട് അവരുടെ ആ ഒരു രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു പോളിസി, അല്ലെങ്കിൽ അതിന് രണ്ടിനെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയെന്ന് പറയുമ്പോൾ 2020 STIP 2020 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഓഗസ്റ്റ്, ഓക്കെ, ചർച്ചകൾ ഇതിൻ്റെ ഒരു STIP-യുടെ ചർച്ചകളും കാര്യമൊക്കെ ഓഗസ്റ്റ് 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 2020 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു കരട് രൂപം വരുന്നത്, ഓക്കെ, അത് പുറപ്പെടുപ്പിച്ചത് ജനുവരി 2021. ഓക്കെ, 2021 ഇത് എന്ത് ചെയ്തത്,
നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോളിസിക്ക് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടിയില്ല എന്നൊരു ഇതുകൂടെ ഉണ്ട്, പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ കോവിഡ് മഹാമാരി കോവിഡ് പാൻഡമിക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അങ്ങനെ സൊസൈറ്റിയിൽ പല പല ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സൊസൈറ്റിയിൽ പല പല ഇഷ്യൂസ്, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയില്ല എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ആ ഒരു സമയത്തെ. ഓക്കെ, അപ്പോൾ 2020 ഇതിൻ്റെ ഡിസ്കഷൻസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഇത് പ്രാബല്യത്തിൽ വരുന്ന എന്നാണ് 2021 ജനുവരി മാസത്തിലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സാരചുരുക്കം നമുക്ക് നോക്കാം. 2020 പോളിസിയുടെ പുതിയ നയമായ STIP വികേന്ദ്രീകൃതം, അതുപോലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതും അതുപോലെ വിദഗ്ധം നയിക്കുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന എന്ന കാതലായ തത്വങ്ങളെ കേന്ദ്രീകരിച്ചാണ്. നമുക്കിതിൻ്റെ ഇത് ആക്ച്വലി STIP 2020 പ്രാവർത്തികമാക്കി വരുന്നതിന് ഒരു 4 ട്രാക്കുകളുണ്ട് കേട്ടോ. 4 ട്രാക്കുകളുണ്ട്, അത് നമുക്ക് കാണാം. അപ്പം അതിനകത്ത് പറയുന്നതിൻ്റെ ഒരു ചുരുക്കമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം പുതിയ നയമായ STIP വികേന്ദ്രീകൃതവും അതുപോലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളത്, അതായത് പബ്ലിക് ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ളതും അതുപോലെ വിദഗ്ധം നയിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നത്. പബ്ലിക്കിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഈ പബ്ലിക്കിൻ്റെ കോൺട്രിബ്യൂഷൻ അത് സോർട്ട് ഔട്ട് ചെയ്ത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വിദഗ്ധർ എന്ത് ചെയ്യുന്നു കൂടി ആലോചിക്കുന്നു. ആ ഒരു വിദഗ്ധർ കൂടി ആലോചിച്ചുകൊണ്ടുള്ള അതിൻ്റെ ഔട്ട്പുട്ടുകൾ ഗവൺമെൻറ്റിന് മുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള അതൊരു പ്രോസസ്സായിട്ട് ഒരു 4 ട്രാക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാരചുരുക്കമാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് 4 ട്രാക്കുകളും കൃത്യമായിട്ട് നമുക്ക് നോക്കാം. കൂടാതെ ആധുനിക അവലോകനം, നയം വിലയിരുത്തൽ, ഫീഡ്ബാക്ക് പൊരുത്തപ്പെടൽ, ഏറ്റവും പ്രധാനമായി വിവിധ ഉപകരണങ്ങൾക്കുള്ള ഒരു സമയബന്ധിതമായ എക്സിറ്റ് തന്ത്രം തുടങ്ങി സവിശേഷതകൾ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു STIPയുടെ സവിശേഷതകളാണ് കേട്ടോ. ശക്തമായ നയഭരണം സംവിധാനത്തോടെ ചലനാത്മക നയം ഒരു പ്രോസസ്സാണ്, ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രാക്ക് കംപ്ലീറ്റ് ആയാലേ അടുത്തത് പറ്റത്തുള്ളൂ, അത് കംപ്ലീറ്റ് ആയാലേ അടുത്തത് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ട്രാക്ക് രൂപത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ചലനാത്മക നയം എന്ന് ഈ ഒരു STIP അറിയപ്പെടുന്നത്. ചലനാത്മക നയം എന്ന ആശയം കൊണ്ടുവരാനും ഇത് ലക്ഷ്യമിടുന്നു. നമുക്ക് 4 ട്രാക്ക് നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ 4 ട്രാക്കാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. STIP നയരൂപീകരണം ചട്ടക്കൂടിൽ 4 വിശദമായ പ്രവർത്തന ട്രാക്കുകളുണ്ട്. ഓക്കെ, 4 വിശദമായ പ്രവർത്തന ട്രാക്കുകളും ഒരു കേന്ദ്രീകൃത സെക്രട്ടേറിയറ്റ് വഴിയുള്ള ഒരു ഏകോപന സംവിധാനമാണ്. അപ്പോൾ ഈ 4 ട്രാക്കുകളുടെ ഒരു സംയോജനവും അതുപോലെ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സെക്രട്ടേറിയറ്റും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് 3 ഓഫീസുകളാണ്. PSA ഓഫീസ്, നിതി ആയോഗ്, അതുപോലെ DST ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്. ഈ ഒരു 3 ഡിപ്പാർട്ട്മെന്റുകളാണ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്രട്ടേറിയറ്റിന് വേണ്ടിയുള്ള, അതായത് ഈ ഒരു ട്രാക്കിലൂടെയാണ് പോകുന്നത്. ഈ ഒരു 4 സ്റ്റെപ്പ് ഉള്ള ഒരു ട്രാക്കിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ 4 ട്രാക്കിലൂടെയാണ് പോകുന്നത്. ആ ഒരു ട്രാക്കിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആ സെക്രട്ടേറിയറ്റിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന 3 ഓഫീസുകളാണ് PSA ഓഫീസ്, NITI, ഓക്കെ, നിതി ആയോഗ്, അതുപോലെ DST ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ 4 ട്രാക്കുകളൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ട്രാക്ക്, ഓക്കെ, അപ്പം 1 കംപ്ലീറ്റ് ആയാലേ അടുത്തത് വരത്തുള്ളൂ. ഇതിൻ്റെ ഒരു സാരചുരുക്കം ഞാൻ പറയാം. അതായത് ട്രാക്ക് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടുതലായിട്ട് നേടുക, അല്ലെങ്കിൽ അവരെ ഈ ഒരു പോളിസി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോറം ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ട്രാക്കിൽ നടന്നത്. നയരൂപീകരണ പ്രക്രിയക്കിടയും ആ ഒരു പോളിസി ഫോം ചെയ്യുന്നതിൻ്റെ ഇടയിലും അതിനുശേഷവും വിപുലമായ പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ സയൻസ് പോളിസി ഫോറം. സയൻസ് പോളിസി ഫോറം, അതായത് പബ്ലിക്കിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള വിദഗ്ധരുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സയൻസ് പോളിസി ഫോറം രൂപീകരിക്കുന്നത് വഴി വിപുലമായ പൊതുജന വിദഗ്ധ കൂടിയാലോചന പ്രക്രിയ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ട്രാക്ക് 1 ഒരു സയന്റിഫിക് ഫോറം അല്ലെങ്കിൽ ഒരു സയൻസ് ഫോറം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ പബ്ലിക് ഒപ്പീനിയനും അതുപോലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ ബേസിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ടെക്നോളജിയുടെ ആ 4 പോളിസികളും ഒരു ഗ്രോത്ത് ഫേസിലൂടെയാണ് വന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു 4 ട്രാക്കുകളും. രണ്ടാമത്തെ ട്രാക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു, അത് ഇപ്പം പബ്ലിക്കിൽ നിന്നുള്ള ഒപ്പീനിയനും അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് രീതിയിൽ പോവാണ്.
നയരൂപീകരണ പ്രക്രിയയിലൂടെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ശുപാർശകൾ നൽകുന്നതിന് വിദഗ്ധർ നയിക്കുന്ന തീമാറ്റിക് കൂടിയാലോചനകൾ. അപ്പോൾ എന്താണ്, ഒരു സെക്ഷൻ കഴിഞ്ഞു, അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. ഇതിനായി 21 പ്രത്യേക തീമാറ്റിക് ഗ്രൂപ്പുകളെ രൂപീകരിച്ചു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയ ഔട്ട്പുട്ടും കാര്യങ്ങളും എന്താണ്, ഇങ്ങോട്ട് അടുത്ത ഫേസിലേക്ക് കൊണ്ടുവരികയാണ്. അതിനകത്തുനിന്ന് വേണ്ടത് എടുത്തു, വേണ്ടാത്തത് കളഞ്ഞ് പുതിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ 21 തീമാറ്റിക് ഗ്രൂപ്പുകൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള, അതായത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള അതായത് സയൻസ് ആൻഡ് ടെക്നോളജി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ട്രാക്കിൽ ഉൾപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് 21 തീമാറ്റിക് ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അപ്പം ഒരുവിധം എന്താണ് പോളിസിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റായി. അടുത്ത എന്താണ്, ഗവൺമെന്റിന്റെ അപ്രൂവൽ അല്ലേ, അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പല സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഡിസ്കഷനും കാര്യങ്ങളും വേണം. അതിനു വേണ്ടിയിട്ട് മന്ത്രാലയങ്ങളുമായും സംസ്ഥാനങ്ങളുമായും വിപുലമായ കൂടിയാലോചനകൾ ഇതിൽ ഉൾപ്പെടുന്നത് ഒഫീഷ്യൽസുമായിട്ടുള്ള അപ്പം എന്താണ്, ജനങ്ങളുടെ അഭിപ്രായം നേടി അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം നേടി ഒരു സംഭവം സെറ്റായി. അത് എന്താണ്, കൂടുതൽ എക്സ്പെർട്ടൈസുമായിട്ട് കൂടി ആലോചിച്ച് എന്താണ് 21 തീമാറ്റിക് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. അതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ എന്താണ്, ഒഫീഷ്യൽസുമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ലാസ്റ്റത്തെ ട്രാക്ക് എന്താണ്, ഒരു ഉന്നതതല മൾട്ടി സ്റ്റോക്ക് ഹോൾഡർ കൂടിയാലോചന ഇത് ഉൾക്കൊള്ളുന്നു. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അത് സംഭവം സെറ്റാകും, ആ ഒരു പോളിസിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാകും. അതാണ് 4 ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ ഒരു സ്ലൈഡ് ഒന്നുകൂടെ പറയാം ഉണ്ടോ. പുതിയ നയമായ STIP വികേന്ദ്രീകൃതം തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളത്, പബ്ലിക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത് വേണ്ടത് അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് തെളിവുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വിദഗ്ധർ നയിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ഒരു STIP 2020 എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഈ 4 ട്രാക്ക്. അതിൻ്റെ ഒരു ഇതുണ്ടോ, സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഒന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഡിസ്കഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ഇത് കുളവാകും, ഇത് കുളവായ ഇത് കുളവാകും. അപ്പോൾ എന്താണ്, എല്ലാവരും കൂടിയുള്ളൊരു കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു STIP 2020. പക്ഷേ ഇതിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടിയില്ല എന്നാണ് അവകാശപ്പെടുന്നത്. കാരണം 2020 നമുക്കറിയാം കോവിഡ് മഹാമാരിയുടെ ഒക്കെ ഒരു സമയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഇതായിട്ടില്ല എന്നുള്ളൊരു പറച്ചിലുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 5 നാഷണൽ പോളിസീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, സ്ഥിരം ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. സയൻസ് ആൻഡ് ആ ഒരു ആദ്യത്തെ ചാപ്റ്ററിനകത്തു നിന്നുള്ള ഇതിനകത്ത് നാഷണൽ പോളിസിയുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമാണ് ഈ 5 പോളിസി. ആദ്യത്തെ 4 പോളിസിയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാമല്ലോ. ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് സയൻസിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ആകുന്നു. പിന്നെ എന്താണ്, സയൻസും ടെക്നോളജി അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ഗ്രോത്ത് ഫേസ് ആണ് അത് നമ്മൾ കണ്ടത് അല്ലേ. അപ്പം ഈ ഒരു 5 പോളിസീസും എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനകത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പം 5 പോളിസീസ് അല്ലേ ഉള്ളൂ. എന്താണ് 1958, 83, 2003, 2013, 2020. ഓക്കെ, അപ്പം ഈ ഒരു 5 പോളിസീസും അതിൻ്റെ നയങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒരു ഗ്രോത്ത് ഫേസ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ഡെവലപ്പ് ആകുന്നു, അത് കഴിഞ്ഞ് ടെക്നോളജിയും അതുപോലെ R&D അല്ലെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതാകുന്നു. അത് എന്താണ് മനുഷ്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ആക്കുന്നു. അങ്ങനെ ഒരു ഗ്രോത്ത് ഫേസ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇനിയും കുറേ ക്ലാസ്സുകളുണ്ടല്ലേ. നമ്മൾ ഒരു ചാപ്റ്റർ ഒരു കുഞ്ഞൊരു പോർഷൻ മാത്രമേ നമ്മൾ എടുത്തത്. അപ്പം ഇനിയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. താങ്ക്